ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ ടിഷ്യൂൻ്റെ ഫാബ്രിക്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കളേഴ്സ് സിൽക്ക് ത്രെഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിൽക്ക് ത്രെഡ് കൂടാതെ നമുക്ക് കുറച്ച് സീക്വൻസ് വേണം ഗോൾഡൻ കളറിലെ. പിന്നെ നമുക്ക് ഈ ഒരു പിസ്ത ഗ്രീൻ കളറിലെ ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സ്, പിന്നെ ഗോൾഡൻ കട്ട് ബീഡ്സ്, മിറർ, പിന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ്, പിന്നെ ഈ ഒരു ഗ്രീൻ കളറിലെ ഷുഗർ ബീഡ്സ്, പിന്നെ വൈറ്റ് കളറിലെ പേള. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ആരി നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പിക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. ആദ്യം ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. അവിടുന്ന് ഒരു 3 ലൈൻ നമുക്ക് വരച്ചിട്ടുണ്ട്. അത് 3 ലെയറായിട്ട് ബീഡ്സ് വർക്ക് ചെയ്യാനാണ്. സെൻറ്ററിലൊരു റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോർമൽ ത്രെഡ് എടുക്കുക. അതിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ഈ ഒരു ത്രെഡിൻ്റെ അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. നമ്മളിത് കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷമാണ് ആരി നീഡിലൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു കെട്ട് നമുക്ക് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കൊഴുത്തിനകത്താണ് നമ്മൾ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബോർഡർ ലൈനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെ നീഡിലൊന്ന് എടുത്തിട്ട് അടിയിൽ നിന്ന് ത്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് വീണ്ടും ഒരു ലോക്ക് ഇട്ടിട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിനകത്തൂടി ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത ത്രെഡ് പതിയെ ആ ഒരു കൊളുത്തി കൂടി ഒന്ന് വലിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആരി നീഡിൽ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്കിനിയും ബിഗിനേഴ്സിനൊക്കെ ആരി നീഡിൽ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി മുതൽ ഇടുന്നുണ്ട് കേട്ടോ. വീഡിയോസ് നമുക്കിനി ഉണ്ടാവുമേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2-3 ബീഡ്സൊക്കെ നമ്മുടെ ഈ നീഡിലേക്ക് കോർത്തെടുക്കാം. പക്ഷേ ഞാനിപ്പം കാണിക്കുന്നത് ഒരു ബീഡ് വെച്ചിട്ടാണ് കാണിച്ചു വരുന്നത് കേട്ടോ. നമുക്ക് ഒരു ബീഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇതുപോലെ ബീഡ്സ് ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ത്രെഡ് എടുത്തെടുത്ത് പോരാം. അപ്പോൾ ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ആരി നീഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പതിയെ ഓരോ കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആദ്യം ഒരു റൗണ്ട് വരയ്ക്കുമല്ലോ, ആ റൗണ്ടിലാണ് നമ്മൾ ഈ ഒരു കട്ട് ബീഡ്സ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു കട്ട് ബീഡ്സും കൂടെ, അതായത് ഒരു ലെയർ 2 ലെയറും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആരി നീഡിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് നോർമൽ നീഡിൽ വെച്ചിട്ടുള്ള കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് വെച്ചിട്ടും ചെയ്യാം. ആരി നീഡിൽ ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്തവർക്ക് നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യാം. അതിൻ്റെ ബീഡ്സ് വർക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ലെയറും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടുള്ള ആ റൗണ്ടും ഞാൻ 3 ലെയർ, പിന്നെ ഒരു ഗ്രീൻ കളറിലെ ബീഡ്സ് വെച്ചിട്ടും ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു റിങ്ങോട്ട് ഫ്ലവറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെൻറ്ററിലെ ആ ഒരു ലൈനിൻ്റെ ചുറ്റിനും നമുക്ക് ഫ്ലവേഴ്സും ലീഫും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലീഫും ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കാം. പിന്നെ താഴേക്കാണ് നമ്മൾ ത്രെഡ്, അതായത് ഫ്ലവേഴ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരുപാട് സ്പ്രെഡ് ചെയ്ത പോലെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഓരോ ലീഫും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് ടിഷ്യൂൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൽ നമുക്ക് എന്താ പറയുക, ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഫ്ലവേഴ്സൊക്കെ നമ്മൾ വൈറ്റ് കളറിലെ പേള് ആ റൗണ്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും നമുക്ക് ഈ ഒരു റിങ്ങോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. റിങ്ങോട്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇച്ചിരി സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത്. സ്പീഡ് കുറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് സ്പീഡിൽ ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു 3 ലെയർ ബീഡ്സ് വർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതുപോലെ AC/DC സ്റ്റിച്ച് 3 പെറ്റലായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ലീഫ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു ഓറഞ്ച് കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ലോങ് ഫ്രഞ്ചിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോന്നിൻ്റെയും 3 ലീഫിൻ്റെയും സെൻറ്ററിൽ കൂടി നമുക്ക് ലോങ് ഫ്രഞ്ചിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീഫും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലീഫിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് മിറർ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് B7000 എന്ന് പറഞ്ഞ ഗ്ലൂ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഓരോന്നിനും നമുക്ക് ഒരു മിറർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ അതിനകത്ത് ആ ഫ്ലവേഴ്സൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തേക്കണേ കണ്ടോ. അങ്ങനെ യെല്ലോയും വയലറ്റും അതുപോലെ റോസും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മളുടെ ഈ ഒരു ഷുഗർ ബീഡും സീക്വൻസും ഒക്കെ സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിററിൽ നമുക്കിതുപോലെ റൗണ്ടിൽ നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സ് ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ഈ റൗണ്ട് ഷേപ്പിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ ബീഡ്സിൻ്റെയും ഇടയിൽ കൂടി ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ, അതായത് നമ്മളുടെ ഈ ഒരു റൗണ്ടിനകത്തുള്ള ഫ്ലവേഴ്സിനൊക്കെ നമ്മൾ കളറ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ഷോൾഡർ ടു യോക്കിൻ്റെ ഭാഗം വരെ, അതായത് ചെസ്റ്റിൻ്റെ ആ ഒരു ഫ്ലവർ നിൽക്കുന്ന അത്രയും ഭാഗം വരെ നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുപ്പത്തിലുള്ള ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് അത് കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളേ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.